വരെ. ഇത് കാർഷിക കോളേജാണ് മുളായണി കാർഷിക കോളേജ്. 1955 മെയ് മാസമാണ് ഈ കോളേജ് ആദ്യമായി പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം 1972 ആയപ്പോഴാണ് കേരള കാർഷിക സർവകലാശാല രൂപം കൊള്ളുകയും ഈ ആക്ടിൻ്റെ ഭാഗമായി ഈ കാർഷിക കോളേജ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് കോളേജായി അന്ന് മുതൽ പ്രവർത്തിച്ചു വരികയാണ്. തുടങ്ങിയത് മുതൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക കോളേജായി, ഇന്ത്യയിലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജായി ഈ കാർഷിക കോളേജ് മാറിയിട്ടുണ്ട്. ഇന്ന് 24 അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള 1400-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 85 അധ്യാപകർ ജോലി ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാർഷിക കോളേജ് വളർന്നു. ഈ കാലങ്ങളിൽ പുതിയ കോഴ്സുകളെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഡിപ്ലോമ കോഴ്സ് മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, BSc, MSc, PhD ഏതാണ്ട് 19 അക്കാഡമിക് വിഭാഗങ്ങളിലായിട്ട് ഇത്രയും കോഴ്സുകൾ ഇവിടെ നടക്കുന്നു. 70 വർഷമായ കോളേജ് നമുക്കറിയാം. രാജകീയ ഭരണകാലത്ത് തുടങ്ങി അവരുടേതായ ഒരു ഡൊണേഷനിലാണ് ഈ കോളേജ് കാർഷിക സർവകലാശാലയ്ക്ക് ലഭിക്കുന്നത്. നമുക്ക് കുട്ടികളുടെ പരീക്ഷണത്തിനായി ആവശ്യമായിട്ടുള്ള സ്ഥലം 75 ഹെക്ടർ സ്ഥലം ഇവിടെയുണ്ട്. 3 വശവും വെള്ളായണി ശുദ്ധജല തടാകത്താൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കാർഷിക കോളേജ്. ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഹരിതാപമായ ക്യാമ്പസിൽ അവരുടെ എല്ലാ അക്കാഡമിക് പ്രവർത്തനങ്ങൾക്കും പറ്റുന്ന എല്ലാ സൗകര്യവുമുണ്ട്. അതുപോലെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നമുക്കറിയാം. ഏറ്റവും ഇന്ത്യയിലെ തന്നെ വളരെ പ്രഗത്ഭമായ രീതിയിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, നാഷണൽ ഗെയിംസ് എല്ലാം നടത്തി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും നാഷണൽ ലബോറട്ടറി ഉണ്ട്, NABL അക്രഡിറ്റഡ് ലാബുകളുണ്ട്, ഒരു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷണൽ ഫാമുണ്ട്, ഒരു സെൻറ്റർ ഫോർ അഗ്രോ ഇന്നോവേഷൻ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഒരു സെൻറ്റർ ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിന്, അവരുടെ അക്കാഡമിക് കാര്യങ്ങൾക്കും അവരുടെ പെർഫോമൻസിന് വളരെ മുതൽക്കൂട്ടായിട്ട് നടക്കുക. ഈ 70-ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ കാർഷിക കോളേജ് ഇതുവരെ സമൂഹത്തിന് ഈ കാർഷിക വിദ്യാഭ്യാസത്തിനും കാർഷിക ഗവേഷണത്തിനും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് ഇനി അടുത്ത 5 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു 5 വത്സര പദ്ധതി നമ്മളെ കാർഷിക കോളേജ് എങ്ങനെയാണ് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ഇൻ ദി കൺട്രി എന്നുള്ള രീതിയിൽ വരത്തക്ക രീതിയിലുള്ള പ്രിപ്പറേഷനും കൂടെ വേണ്ടിയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര ഒരു ഇൻ്റർനാഷണൽ സെമിനാർ 21-22 തീയതികളിൽ ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനമുള്ള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ ഉദ്ഘാടനം നിർവഹിച്ച് ആ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ തുടങ്ങി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് 23-ാം തീയതി ടെക്നോളജി മീറ്റുണ്ട്. ഈ കാർഷിക സർവകലാശാലയുടെ വിദ്യാർത്ഥികളും അധ്യാപകരും രൂപകൽപ്പന ചെയ്ത് ഡെവലപ്പ് ചെയ്ത ടെക്നോളജി അവർ അവതരിപ്പിക്കുകയാണ്. അതിന് ബിസിനസ് മോഡലായി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കുന്ന രീതിയിലാണ്. 24-ാം തീയതി ഒരു അക്കാഡമിയ ഇൻഡസ്ട്രി മീറ്റ് ഇതിൻ്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ സർവകലാശാലകളിൽ നേരത്തെ അക്കാഡമിക് കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു. ഇന്ന് വിദ്യാർത്ഥികൾക്ക് സർവ്വതോന്മുഖമായ മേഖലകളിലും അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ വരത്തക്ക രീതിയിൽ നമുക്കൊരു ഇൻഡസ്ട്രിയുമായിട്ടുള്ളൊരു കണക്ട് സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ക്യാമ്പസിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി അക്കാഡമിയ മീറ്റ് പ്ലാൻ ചെയ്യുന്നത് രാവിലെ 10 മുതൽ 11:30 മണി വരെ. പിന്നെ അലുമിനി അസോസിയേഷൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ആയിട്ടൊരു പിങ് പോങ് ക്ലബ് 11:30 മണിക്ക് കാനറ ബാങ്കിൻ്റെ ധനസഹായത്തോടുകൂടി ഒരു ടേബിൾ ടെന്നീസ്, അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ്ങോട് കൂടി അവരുടെ ടേബിൾ അനുബന്ധ സജ്ജീകരണങ്ങളെല്ലാം കൂടെ തരുന്നതിന് പദ്ധതി 24-ാം തീയതി 11:30 മണിക്ക് ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഒരു പ്ലാറ്റിനം ജൂബിലി മീറ്റ് ഈ സർവകലാശാലയിൽ നിന്ന് ഈ കോളേജിൽ പഠിച്ച് അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്ത് ഇവിടെ തൊഴിലാളികളായി വർക്ക് ചെയ്ത എല്ലാവരെയും നമ്മൾ ഈ ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുകയും അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടുന്ന ഒരു കൂട്ടായ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിനും കൂടെ വേണ്ടി ഒരു അലുമിനി മീറ്റ് അല്ലെങ്കിൽ ഒരു ജൂബിലി മീറ്റ് നമ്മൾ ശനിയാഴ്ച 3 മണിക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ, അത് അന്ന് വരുന്ന അതിഥികൾക്കെല്ലാം അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം ഈ സർവകലാശാലയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും കാണാനും ആ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ ശാസ്ത്രജ്ഞരുമായി സംവാദം ചെയ്യാനും എല്ലാം അവസരമൊരുക്കുന്നതിന് പൊതുജനങ്ങളെ ക്യാമ്പസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 26, 27, 28 തീയതികളിൽ ഒരു എക്സിബിഷൻ കൂടെ പ്ലാൻ ചെയ്തു. അത് പൊതുജനങ്ങൾക്ക് ഫ്രീ ആയി ക്യാമ്പസിൽ വന്ന് കാണുന്നതിന് ശാസ്ത്രജ്ഞരുമായി സംവാദം ചെയ്യുന്നതിനും അവരുടെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ട്. ഇവിടെ നടക്കുന്ന ഗവേഷണ പരിപാടികളെക്കുറിച്ചുള്ള അവബോധം ലഭിക്കും. ഈ കാർഷിക കോളേജിൽ നടക്കുന്ന കോഴ്സുകൾ എങ്ങനെയാണ്, അതിനുള്ള അഡ്മിഷൻ എങ്ങനെയാണ് ലഭിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ മീറ്റ് ഇതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള കാർഷിക സെമിനാറുകൾ ഈ 3 ദിവസം 26, 27, 28 തീയതികളിൽ നടക്കും. അതിനുശേഷം ഓരോ മാസവും ഓരോ പ്രോഗ്രാം ഇതിനോടനുബന്ധിച്ച് ഒരു നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇവന്റ് നടത്തത്തക്ക രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷനാണ്. അടുത്ത 5 വർഷം കൊണ്ട് ഈ കാർഷിക കോളേജിന് ഒരു അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും മികച്ച ഒരു കാർഷിക ഗവേഷണ സ്ഥാപനമായി കാർഷിക കോളേജായി ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്. ഈ ജൂബിലി മീറ്റിൻ്റെ ചാർജാണ് ടീച്ചറാണ് ഇവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി. ഡോക്ടർ ശാലിനി പിള്ളെ മാഡമാണ് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച്. ഈ ജൂബിലി സെലിബ്രേഷൻ്റെ എല്ലാം ജനറൽ കൺവീനറായി വർക്ക് ചെയ്യുന്നു. ഡോക്ടർ ഫൈസൽ എംഎച്ച് ഇവിടെ പ്രൊഫസർ റിസർച്ച് കോർഡിനേഷനായി ഇതിന് നേതൃത്വം നൽകുന്നു. ഡോക്ടർ ശ്രീധര മാഡമാണ് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ. ഈ ഇന്റർനാഷണൽ സെമിനാറിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടെയായി നേതൃത്വം നൽകുന്നു. ഡോക്ടർ സംഗീത ഞങ്ങളുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ നേതൃത്വവും ഡോക്ടർ സംഗീതയാണ്. അങ്ങനെയുള്ള അവസരമുള്ളത് ഈ സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഈ സർവകലാശാല ഈ കോളേജ് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് പൊതുജനങ്ങൾക്ക് അത്രയും ഒരു പരസ്യമായ അല്ലെങ്കിൽ ഒരു അറിയിപ്പായി നൽകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമ്മൾ കോളേജിൽ നിന്ന് ഈ 26, 27, 28 തീയതികളിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് മറ്റുള്ള സർവീസുകളെല്ലാം ഇവിടുന്ന് വിത്തോ വളമോ അല്ലെങ്കിൽ നടീൽ വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനുള്ള അവസരമുണ്ട്. ബയോ കൺട്രോൾ ഏജൻസ് അങ്ങനെയുള്ള ടെക്നോളജീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് കർഷകർക്ക് ശാസ്ത്രജ്ഞരുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനുള്ള സ്കോപ്പുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് അവരെ ശാസ്ത്രീയ പദത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി സീനിയർ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷന് അവസരമുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പോയാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ഗവേഷണ പരിപാടികളെ കുറിച്ചൊക്കെ ഒരു ധാരണ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 3 ദിവസം സന്ദർശനത്തിന് നമ്മൾ ഓപ്പൺ ഡേ പോലെ 26, 27, 28 3 ദിവസം അങ്ങനെ ചെയ്യും. തുടർന്നും ഈ സർവകലാശാല സമൂഹത്തിന് ഏറ്റവും മാതൃകാപരമായ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിലേക്ക് വേണ്ടി മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം കൂടെ വേണം. എന്ത് നിർദ്ദേശങ്ങളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. കാരണം പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധം വരുന്നതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളോ അവരുടെ എക്സ്പെക്റ്റേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറെടുപ്പ് നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു 3 ദിവസത്തെ എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ബഹുമാനമുള്ള അക്കോളം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് ശ്രീ എം വിൻസെൻ്റ് അവരിലാണ്. 26-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അതിൻ്റെ ഇനോഗ്രേഷൻ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങാണ്.